കലോത്സവ നഗരിയിൽ നിന്ന് എനിക്കൊരു സകല കലാ വല്ലഭനെ കിട്ടിയിട്ടുണ്ട്. കൂടെയുള്ളത് വാഴച്ചിൽ വിനോദ്. ഒരുപാട് മലയാള ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. ഒരുപാട് സന്തോഷം കാണാൻ സാധിച്ചതിൽ. മലയാള ചലച്ചിത്രത്തില് ഒരുപാട് സിനിമകളില് മുഖം നൽകിയിട്ടുണ്ട് അല്ലെ? അതിന്റെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു ആ ചിത്രങ്ങള്? നമ്മുടെ ഇപ്പൊ 5-ാം തീയതി ഇറങ്ങുന്ന മമ്മൂട്ടിയുടെ കളങ്കാവല്, കെട്ടുകാഴ്ച, ജെറിയുടെ ആൺമക്കൾ, തയ്യൽ മെഷീൻ, ബോംബെ ഹോട്ടൽ, PTA, പിന്നെ അജ്മൽ ബോധി, നേരേറിയ നേരത്ത്, തയ്യൽ മെഷീൻ, അങ്ങനെ കുറെ ഒരുപാട്. എങ്ങനെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായത്? ഞാന് പോളി ഡിപ്ലോമക്കാരനാണ്. അപ്പൊ പകുതിയിൽ വെച്ച് ഡിപ്ലോമ കഴിഞ്ഞ ശേഷം പിന്നെ പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ജോലി സംബന്ധമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പറ്റിയില്ല. അതിനുശേഷം പിന്നെ എനിക്കൊരു ഇങ്ങനെ ഒരു ബോധോദയം, ഒരു ഉണർവുണ്ടായി. പഠിക്കണം. ഒരു സിനിമാ നടനാവുമ്പോൾ ആൾക്കാർ അയാളുടെ വിദ്യാഭ്യാസ യോഗ്യത അന്വേഷിക്കും. അപ്പോൾ 10ാം ക്ലാസ് ഗുസ്തി എന്ന് പറയുന്ന കാലം നമ്മൾ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു ഗുണമുണ്ട്. ഞാനിപ്പോ BA സോഷ്യോളജി സെന്റ് സേവിയേഴ്സ് കോളേജിലാണ് പഠിക്കുന്നത്. സെന്റ് സേവിയേഴ്സ് കോളേജിൽ ഏതാ ഇയർ ഏതാണ്? ഞാൻ 2023 ബാച്ച്. അപ്പൊ നമ്മുടെ ഈ ഒരു കലോത്സവത്തിൽ എത്തിയിട്ട് എന്ത് തോന്നുന്നു? കലോത്സവത്തിൽ ഇവിടെ ആടി തിമിർപ്പാണ്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര സന്തോഷമാണ്. പിന്നെ പുതിയ ആൾക്കാരെ കാണാൻ കഴിഞ്ഞു. അവരുമായിട്ട് എനിക്കിപ്പോൾ വയനാടിൽ നിന്ന് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ ഞാൻ പുതിയതായിട്ട് പരിചയപ്പെട്ടു. അവരൊക്കെ നമ്മളടുത്ത് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കോമഡി സ്റ്റാർസ് ഒക്കെ കാണും. അങ്ങനെ പറഞ്ഞു. ഞാൻ മുമ്പ് കോമഡി സ്റ്റാർ ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ അപ്പൊ ഇന്ന് ഇപ്പോ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനാണ് പ്ലാൻ? ഞാൻ കുറച്ച് സിനിമാ നാടകങ്ങൾ ശബ്ദം അനുകരിക്കും. ആദ്യമായിട്ട് നമ്മുടെ ചെമ്മീൻ എന്ന ചിത്രത്തിലെ ഷീല. കൊച്ചുമുതലാളി, അങ്ങെന്താണ് ഈ പറയുന്നത്? അങ്ങേ ഞാൻ സ്നേഹിച്ചിട്ടില്ലെന്ന്. അയ്യോ ബാപ്പ, അങ്ങയുടെ കയ്യിൽ നിന്നും വള്ളവും വലിയും മേടിക്കാൻ കാശുമത്തോട് സത്യമാണ്. അയ്യോ, ഇവിടുന്ന് പോകൂ. നസീർ. സ്നേഹം നിറഞ്ഞ എൻ്റെ മലയാളി സുഹൃത്തുക്കളെ, സത്യത്തിൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞു പോകും. കലോത്സവ നഗരി കോഴിക്കോട് വൻപിച്ച മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ചിറയെങ്കിലുള്ള എൻ്റെ കുട്ടിക്കാരനാണ്. തുമ്പിയെ പിടിക്കാനുള്ള പതുങ്ങിപ്പതുങ്ങൾ പോക്കും, രാത്രി സിനിമ കഴിഞ്ഞുള്ള പതുങ്ങിപ്പതുങ്ങൾ വരും, എല്ലാം ഇന്നലെ കഴിഞ്ഞുള്ളൂ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ വേട്ടയാൻ സിനിമ, രജനീകാന്ത് സാറിന്റെ വേട്ടയാനിലുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ വേട്ടയാനിൽ എനിക്ക് അവസരം കിട്ടിയതെന്ന് പറഞ്ഞാൽ കമലഹാസന്റെ ശബ്ദമാണ്. ഞാൻ കമലഹാസന്റെ സൗണ്ട് ഇമിറ്റേറ്റ്. കൺമണി അൻപോട് കാതടൻ நான் எழுதும் லெட்டர் கடிதம் எழுதி வச்சுக்கோ படி. കൺമണി അൻപോട് കാതടൻ ഞാൻ എഴുതും കടിതമേ. பாட்டால படிச்சுட்டியா? அப்போ பொன்மணி என் வீட்டு சௌக்கியமா? நான் இங்க சௌக்கியம். പൊന്മണി എൻ വീട്ട് സൗഖ്യമാ? ഞാൻ ഇங்க സൗഖ്യമേ. അടുത്ത് ജഗതി സുനി. എന്റെ അത്തിപ്പ റമച്ചി, ഈ ഗ്യാസിന്റെ അസോളട്ടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പരിപ്പ് കടലെന്ന് കഴിക്കരുതെന്ന്. വായു ഞാനൊരു പാട്ട് പാടട്ടെ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോകും വഴിയല്ല, ഈ സീത വരും കൂടെ. ഗ്യാസിന്റെ അസോളട്ടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പരിപ്പ് കടലെന്ന് കഴിക്കരുതെന്ന്. പോയി കിടന്ന് ഉറങ്ങുമെണ്ടേ. അയ്യാ, അടിപൊളി. വളരെ സന്തോഷം. ഇവിടെ ഏതെങ്കിലും മത്സര ഇനത്തിലുണ്ടായിരുന്നോ? ഞാൻ മത്സരത്തിനില്ല. ഞാൻ മുമ്പ് കൊച്ചിൻ കലാഭവനിലെ മിമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പോൾ മത്സരിക്കാനൊന്നുമില്ല. ഈ മത്സരത്തിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങനെ അടിച്ചു മാറ്റിയിട്ട്, അല്ല പ്രചോദനമൊന്നുമല്ല, മത്സരത്തിൽ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റി അടുത്ത സ്റ്റേജിൽ അവതരിപ്പിക്കുക. മണിച്ചേട്ടന്റെ ശബ്ദം കൂടെ ഞാൻ പ്രിയമുള്ള കലാപ്രേമികളെ, ഇത് ഞാനാ, നിങ്ങളുടെ മണി. പറഞ്ഞിട്ടുള്ള കാര്യമില്ല. എല്ലാവരും ഹാപ്പിയല്ലേ? വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ, വരാതിരുന്നാലോ ചേട്ടൻ്റെ പരാതി തീരൂല. പറഞ്ഞിട്ടുള്ള കാര്യമല്ല. എല്ലാവരും ഹാപ്പിയല്ലേ? എന്നെ മറന്നുവല്ല മക്കളെ. നേരെ പടിഞ്ഞാറ് സൂര്യൻ, താനെ മറയുന്ന സൂര്യൻ,
ഇന്നലെ ഈ തറവാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു. ഒരുപാട് ഇനിയും സ്ക്രീനിൽ കാണാനുള്ള അവസരം ഉണ്ടാകട്ടെ. എല്ലാവരും. ഞാനിപ്പോൾ കുറച്ച് സീരിയലുകളുണ്ട്. കുടുംബശ്രീ ശാരദ, കോൺസ്റ്റബിൾ മഞ്ജു, ചട്ടമ്പി പാറു, ഏതോ ജന്മ കൽപ്പനയിൽ, വീട്ടിലെ വിളക്ക്, സ്വാതന്ത്ര്യം 2, ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ അഡ്വക്കേറ്റ് അഞ്ജലി, ഏഷ്യാനെറ്റിൽ അഡ്വക്കേറ്റ് അഞ്ജലി, പിന്നെ മഹാലക്ഷ്മി, അങ്ങനെ കുറേ സീരിയൽ, ഒരു 9 സീരിയലിൽ ഞാൻ വേഷം ചെയ്യണമെന്ന്. അപ്പോൾ എല്ലാവരും സിനിമയെല്ലാം കാണണം. എന്നെപ്പോലെ ഒരു കലാകാരനെ, നിങ്ങളുടെ പ്രചോദനമാണ് എൻ്റെ ഊർജം. അപ്പോൾ എല്ലാവരും നമ്മുടെ സീരിയലും സിനിമയൊക്കെ കാണണം. അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ എനിക്ക് ഒരു മാറ്റമുണ്ടാവുമെന്നാണ്, എൻ്റെ ജീവിതം തന്നെ മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും 100 നന്ദി. താങ്ക് യു. താങ്ക് യു സോ മച്ച്.